ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് ട്രെയിൽ ആൻഡ് ടോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോഹാർ ഫെസ്റ്റിവൽ നടക്കുന്ന സനയ്യ പാർക്കിലേക്കാണ്. ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം തന്നെ കാണുന്നത് ഒമാൻ്റെ ട്രഡീഷണൽ ഡാൻസ് ആയിരുന്നു. കുറച്ചു നേരം ആ ഡാൻസും കണ്ട് അവിടെ നിന്നു. തൊട്ടടുത്ത് തന്നെ ഒരു ആർട്ട് ഡിസ്പ്ലേയും ഉണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. വീണ്ടും മുന്നിലേക്ക് നടന്നപ്പോഴാണ് ഞാൻ ഒരു അത്ഭുതം കാണുന്നത്. ഒരു പഴയ കാറ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് പഴയ കാലത്തെ ഒരു കോണ്ടസ കാറാണ്. എനിക്കിത് കണ്ടിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. ഈ ഭാഗത്ത് ഒമാൻ്റെ ട്രഡീഷൻസ് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒമാനിൽ പണ്ട് കാലം മുതലേ യൂസ് ചെയ്യുന്ന നാച്ചുറലായിട്ടും കൈകൊണ്ടുണ്ടാക്കിയതുമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പണ്ട് കാലത്ത് ഡേറ്റ്സ് എങ്ങനെയാണ് ഉണക്കിയിരിക്കുന്നതെന്നും കാണാം. ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ? പണ്ട് കാലത്ത് ആൾക്കാർ വെള്ളം ശേഖരിച്ചിരുന്നത് ഇതുപോലത്തെ ആനിമൽ സ്കിന്നും കൊണ്ടുണ്ടാക്കിയ സഞ്ചികളിലായിരുന്നു. ഡെസേർട്ടിൽ പൊതുവെ വെള്ളം കിട്ടാറില്ല. ആ വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒമാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കൈ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് ഞാൻ ഒരുപാട് നേരം ഇവിടെ നടന്നു. ഇവിടെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ ഞങ്ങൾ കണ്ടു. എന്നാൽ കുറച്ച് ഫോട്ടോ സെക്ഷൻ ആവാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഫോട്ടോ ഇവിടെ ഞങ്ങൾ എടുത്തു. ഇവിടെ ഒരാൾ കുതിരസവാരിക്കായിട്ട് ഒരു കുതിരേനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. തൊട്ടിപ്പുറത്ത് ഒരു പോണി. ആ പോണിയുടെ പുറത്ത് ഒരു കൊച്ചുകുട്ടിയെ ഇരുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ആ കുട്ടിയോ കരച്ചിലോട് കരച്ചിൽ. ഇന്നെങ്കിലും ആ കുട്ടീനെ അവിടെ ഇരുത്താൻ പറ്റുമോ എന്തോ. ഇവിടെ ഞാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് കണ്ടിരിക്കുന്നത്. ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത്. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാമൽ. ഈ ക്യാമലിൻ്റെ പുറത്ത് 2 കുട്ടികൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. പണ്ട് കാലം മുതലേ ഈ സവാരിക്കായിട്ട് യൂസ് ചെയ്ത ഒരു ആനിമലായിരുന്നു ക്യാമൽ. അത് നമുക്കിപ്പോൾ ഡെസേർട്ടിൽ പോയി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇവിടെ ക്യാമൽ സഫാരി റെഡി ആയിരിക്കുന്നത്. ഇതാര്? ഒരു കുട്ടി ക്യാമലോ? പക്ഷേ കുട്ടിയെന്ന് പറഞ്ഞാലും എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട്. ആണ്ട് പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ ഇപ്പം സവാരിക്ക് പോയി ആ ക്യാമലും തിരിച്ചു വന്നു. സവാരി കഴിഞ്ഞ് വന്ന ക്യാമലിൻ്റെ പുറത്തുനിന്ന് അവർ എങ്ങനെ ഇറങ്ങുമെന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാമൽ മുട്ടും മടങ്ങി താഴെ ഇരുന്നാലേ നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു ഒമാനി സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കടയാണ്. ഇവിടെ ഒമാനി ഹലുവ ലൈവായിട്ട് ഉണ്ടാക്കി വിൽക്കുകയാണ്. ഇതൊരു മ്യൂസിക്കൽ ഫൗണ്ടൻ ആണ്. ഈ ഒരു ഷോ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ലേസർ ഷോയും ഫയർ ഷോയും നടക്കുന്നുണ്ട്. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴാണ് ഈ ലേസർ ഷോ തുടങ്ങുന്നത്. ഇടവിട്ട് ഫയർ ഷോയും ഇടവിട്ട് ആ ലേസർ ഷോയും നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് കുറേ നേരം ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റിൽ പറയാം. പണ്ട് കാലത്ത് ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ബോട്ടിൻ്റെ മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തടി കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വെയിലിൻ്റെ ബോൺസ് ആണ്. ഇത് മെയിൻലി ബാക്ക് ബോൺസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്.
ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയോ? നിങ്ങൾ ഇതുപോലൊരു കാഴ്ച നേരത്തെ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കല്ലേ. ഈ സ്റ്റോറിൽ ഈ പഴയ ബോട്ടുകളിൽ യൂസ് ചെയ്തിരുന്ന എല്ലാ വിധ സാധനങ്ങളും ഉണ്ട്. ഫിഷിംഗ് റോഡ് മുതൽ കിട്ടിയ പേൾസും സീഷെൽസും എല്ലാം ഇവിടെ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മഴ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. പക്ഷെ ഇവിടെ മഴയില്ല. അതുകൊണ്ട് തന്നെ ഇവർ മഴയുടെ ആംബിയൻസിനായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴി മൊത്തം ബൾബുകളുമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല നീറ്റും ക്ലീനും നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. രണ്ട് സൈഡും ഫുഡ് കോർട്ടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ ഗോൾഡൻ ബോഡി കാണുന്നത് ഒമാനി സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതൊരു പൊട്ടറ്റോ സ്റ്റാളാണ്. ഇവിടെ മെയിൻലി പൊട്ടറ്റോയും കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് കിട്ടുന്നത്. ഒരാഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ പൊട്ടറ്റോ റിങ്സ് മേടിക്കാൻ തീരുമാനിച്ചു. നിങ്ങളിത് കണ്ടു നോക്ക്, എങ്ങനെയാണ് ഈ പൊട്ടറ്റോ റിങ്സ് ഉണ്ടാക്കുന്നത്. ആദ്യമേ ഒരു പൊട്ടറ്റോ എടുത്ത് ഇങ്ങനെ ഒരു മെഷീനിലിട്ട് കറക്കിയെടുക്കുക. അതിനുശേഷം ഒരു ചോപ്പ് സ്റ്റിക്കിൽ ഇവർ അത് കുത്തി വെക്കുകയാണ്. അത് കഴിഞ്ഞുള്ള സീനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. താഴെ ഇട്ടൊരു പൊട്ട് താഴോട്ട് പോകുന്നത് കണ്ട് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എന്നിട്ടിത് എണ്ണയിലിട്ട് വറക്കാനാണ്. പക്ഷെ ഞങ്ങൾ 2 ഓർഡർ ചെയ്തു. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ട്. നാട്ടിലെ ഉത്സവത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അലങ്കാരമാണ് ഇവിടെ ഉള്ളത്. തൊട്ടിപ്പുറത്ത് തന്നെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഐസ്ക്രീം കണ്ടു. കൗതുകം തോന്നി വന്ന് നോക്കി. തിന്നാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക്കും കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിള്ളേരെ ആകർഷിക്കാൻ എന്തേലും ഐഡിയ വേണ്ടേ. ഇത് ഈ പാർക്കിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ആ എൻട്രൻസിൻ്റെ അടുത്തുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നടുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഏരിയയും സൈഡിൽ മൊത്തം കുറേ സ്റ്റാളുകൾ, മെയിൻലി എല്ലാം ഫുഡ് സ്റ്റാളുകൾ തന്നെയാണ്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നല്ല LED ലൈറ്റ്സ് കൊണ്ട് സജ്ജീകരിച്ച ഒരു ഏരിയ കണ്ടത്. ഏകദേശം 2 അടി അടിയിലോട്ട് കുഴിച്ച് എടുത്ത ഒരു ഗ്രൗണ്ടായിരുന്നു ഇത്. അതിൻ്റെ മുകളിൽ ഇവർ LED ലൈറ്റ്സും ഗ്ലാസും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും നടക്കാം. എത്ര നമ്മൾ ശ്രമിച്ചാലും ഈ ഗ്ലാസ് പൊട്ടത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഞങ്ങളും ഇതിനകത്ത് കുറച്ച് നേരം നടന്ന് എൻജോയ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഹോണ്ടഡ് ഹൗസ് ആണ്. ഹോണ്ടഡ് ഹൗസ് ആണെന്ന് കാണിക്കാൻ ഇവിടെ ഒരുപാട് തരം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാൾ അതിനകത്ത് മരിച്ചുപോയ ആളെ തൂക്കിയിട്ട രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ടിട്ട് അത്രയും പേടി തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഒരാളുടെ എൻട്രി ഫീസ് 1 റിയാലാണ്. ഞങ്ങളും ഈ ഹോണ്ടഡ് ഹൗസ് ഒന്ന് വിസിറ്റ് ചെയ്തു. പക്ഷെ എനിക്കത്രയും പേടിയായില്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ കൂടെ വന്ന ഒരാൾ ശരിക്കും പേടിച്ചു പോയി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒമാനിലെ ട്രഡീഷണൽ ഡ്രസ്സുകളുടെ സ്റ്റാളുകളാണ്. അതേപോലെ തന്നെ ഒരുപാട് പെർഫ്യൂമിൻ്റെ സ്റ്റോറുകളുമുണ്ട്. എസ്പെഷ്യലി അത്തറായിരിക്കും, അത് നിങ്ങൾക്കറിയാം. കാണുന്നത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ്. എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കുമായിട്ടുള്ള റൈഡ്സ് ഇവിടെ ഉണ്ട്. രണ്ട് കുട്ടികൾ ഇലക്ട്രിക് സ്കൂട്ടർ റൈഡ് ചെയ്ത് എൻജോയ് ചെയ്യുന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു മെർഗോ റൗണ്ട് ഉണ്ട്. ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള മെർഗോ റൗണ്ടാണ്. ഐറ്റം നിങ്ങൾ കണ്ടു നോക്കും. നല്ല അടിപൊളി മ്യൂസിക് വിട്ട് ഭയങ്കര സ്പീഡിൽ പോകുന്ന ഈ ഒരു വീല് വളരെ സ്ലോയിൽ മുകളിലേക്ക് പോകുന്നതുണ്ട്. ഏറ്റവും ടോപ്പിൽ എത്തിയതിന് ശേഷം ഇവർ അതിന് സ്പീഡ് കുറച്ചിട്ട് വളരെ സ്ലോയിൽ അത് വീണ്ടും മേളീന്ന് താഴേക്ക് വരിക. ഇത് നിറഞ്ഞിക്കഴിഞ്ഞ് ആൾക്കാർ ജെല്ലി പരുവാന്നുള്ളത് ഒരു സംശയമില്ല. ഇതൊരു കാറ്റർപില്ലർ റൈഡാണ്. ഈ സോഹർ ഫെസ്റ്റിവൽ നടക്കുന്ന എല്ലായിടത്തും ഈ റൈഡ് നമ്മളെ കൊണ്ടാക്കും. നമുക്കെല്ലാം കാണാനും പറ്റും. പക്ഷേ നടന്ന് കാണുന്ന ആ ഒരു സുഖം നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഇരുന്ന് കാണാൻ പറ്റത്തില്ല. ദ പൈററ്റ്സ് ഓഫ് കറേബിയൻ. ഹായ്, കറേബിയനോ? അതെന്തോ ഞാൻ അങ്ങനെ പറഞ്ഞേ? ഇതൊരു ഷിപ്പ് റൈഡാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ആ സിനിമയെ കുറിച്ച് തന്നെയാണ്. ഇതിനകത്ത് ഇരിക്കാൻ നിങ്ങൾക്കൊരു ധൈര്യമുണ്ടോ? ഇരുന്നിട്ട് ഛർദ്ദിക്കാതെ വരാനും നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒമാൻ്റെ വേറൊരു ട്രഡീഷണൽ ഡാൻസ് ഫോമാണ്. ഇത് കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് നിങ്ങളൊന്ന് കേൾക്കുന്നു. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഇഷ്ടപ്പെടുന്ന
ഒരു ഡോമിനകത്ത് പ്രൊജക്ഷൻ ആയിരുന്നത്, ഒരു ജുറാസിക് വേൾഡിന്റെ. അപ്പൊ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും. കാണാൻ പറ്റുന്നില്ല. ഒരുപാട് ഫോട്ടോ സെഷനും ഈ ഫെസ്റ്റിവൽ അടിച്ചു പൊളിച്ച് ഇനിയും വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.